ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അനുമോള് കുറെ നേരമായിട്ട് ആ ഒരു സോഫയിൽ ഇരുന്ന് ആലോചനയിലായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ എണീറ്റിട്ട് ആ മൈജി കോർണറിലേക്ക് നടന്നു പോകുന്ന വഴി അനുമോൾ ഒരു ഡയലോഗ് അടിക്കുന്നു. ഫിനാലെ ടോപ്പ് 5 എത്തിയതിന്റെ അഹങ്കാരമല്ലേ നീ കാണിക്കുന്നത്? നൂറയുടെ അടുത്താണ് പറയുന്നത്. അപ്പൊ നൂറ ഇപ്പൊ അങ്ങനെയായോ? ഹൗസ് ക്യാപ്റ്റനാണ് ഞാൻ, എനിക്ക് ഇത്തിരി റെസ്പെക്ട് ഒക്കെ താ. ഇത് പറഞ്ഞതും അനുമോള് മൈജി കോർണറിലേക്ക് മാർച്ച് ചെയ്ത് പോവാണ്. അപ്പൊ അനുമോളുടെ പുറകെ നൂറയും പോകുന്നുണ്ട്. പിന്നെ അനുമോള് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ദൈവമായിട്ട് കാണിച്ചു തന്നാണ് രണ്ടിന്റെയും സ്വഭാവം. നൂറ ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞതിനാണ് ഇങ്ങനെ പറയുന്നത്. മോള് പറയുന്ന പോലെ ടീമും കാര്യങ്ങളും ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്, പിന്നെ എന്താണ് ഡ്യൂട്ടി ചെയ്യാൻ മടി? ഇത് പറഞ്ഞത് അനുമോള്. എന്ത് കണ്ടിട്ടാണ് നിങ്ങളൊക്കെ എന്റെ കൂടെ കൂടിയതെന്ന് എനിക്ക് നന്നായിട്ട് ഇപ്പൊ മനസ്സിലായി, എനിക്ക് നന്നായിട്ട് അറിയാം. ആദില, നിന്റെ എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ നിന്റെ കൂടെ കൂടിയത്? നിന്റെ കാറോ വീടോ വീട്ടുകാരോ എന്താണ്? നീ അപ്പൊ ഇവിടെ കൺഗ്രാചുലേറ്റ് ചെയ്തതെല്ലാം വെറുതെ ആണോ എന്നുള്ള രീതിയിൽ ആദില ചോദിക്കുന്നുണ്ട്. ഈ ഒരു വഴക്കിലേക്ക് എണ്ണ ഒഴിക്കാനായിട്ട് അക്ബറും ഷാനവാസും നെവിനും കൂടി വരുന്നുണ്ട് കേട്ടോ. കോറസിൽ അക്ബറെ നെവിന് ടാസ്ക് കളിച്ച് ടിക്കറ്റ് ഫിനാലെ ജയിച്ചിട്ടാണ് നീ ഇവിടം വരെ എത്തിയത്. നൂറ, നിന്നെ ഒത്തിരി തവണ ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുക ടോപ്പ് 5 നിൽക്കാൻ ഏറ്റവും ഡിസേർവിംഗ് ആണ് നീ. PR സപ്പോർട്ട് ഇല്ലാതെ ടോപ്പ് 5 വന്നതിൽ നിനക്ക് അഭിമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്, എന്നിട്ട് പോകുന്നുണ്ട്. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ? ഡ്യൂട്ടി ചെയ്യാൻ പറയുമ്പോൾ അനുമോൾ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് മാറി നിൽക്കുന്നത് ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. വെസൽ ഡ്യൂട്ടിയുടെ പകുതി അക്ബർ ചെയ്തിട്ടുണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട്. അതിപ്പോ ഉച്ചക്കത്തെ ആണോ വൈകുന്നേരത്തെ ആണോ നോക്കേണ്ട ആവശ്യമില്ല. അനീഷ് ഇതിനകത്ത് ഇടപെടാൻ വരുന്നുണ്ട്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോ ഈ ഒരു ബാക്കി വെസല് അനുമോള് കഴുകാമെന്ന് പറഞ്ഞിട്ടാണ് അതവിടെ അക്ബർ വെച്ചിരിക്കുന്നത്. ചായയുടെയും പിന്നെ വേറെന്തോ ഭക്ഷണത്തിന്റെയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്, കേസരിയുടെ അങ്ങനെ എന്തോ ആണ് ഇരിക്കുന്നത്. അതിന്നിട്ട് ഇപ്പൊ അക്ബർ പോയി കഴുകുന്നതായിട്ട് കാണുന്നുണ്ട്. അക്ബർ കഴുകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അനുമോൾ അവിടെ എന്തൊക്കെയോ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ഒരു മൊട്ടയും പിടിച്ചിരിക്കുകയാണ്. ഇത്രയും ദിവസം കണ്ടൊരു അനുമോളെ അല്ല. പെട്ടെന്ന് എന്തോ ഒരു എന്താ പറയാ, ഒരു സൂപ്പർ സ്റ്റാർഡം തലയ്ക്ക് പിടിച്ചൊരു ആക്ട്രസിനെ പോലെ ഒക്കെ ഇരിക്കുന്നുണ്ട്. അത് വളരെ മോശമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു വീടിനകത്ത് ഇത്രയും ദിവസം ജീവിച്ചിട്ട് ഒരു അതിജീവനമാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത്. ഇനി 2 ആഴ്ചയും കൂടി ബാക്കിയുള്ളു. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. ക്യാപ്റ്റനാണ് പറയുന്നത്, ക്യാപ്റ്റനാണ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് പറയുന്നത്. അത് പോയി ചെയ്യേണ്ട ഒരു ഹൗസ് മേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അതും ടീം ക്യാപ്റ്റൻ അല്ല, ഹൗസ് ക്യാപ്റ്റൻ ആണ് പറയുന്നത്. അതിപ്പോ എത്ര നല്ല സുഹൃത്ത് ആണ് ഏതാണെന്ന് പറഞ്ഞാലും നൂറ ഹൗസ് ക്യാപ്റ്റനായിട്ട് വന്നിരുന്നാണ് പറയുന്നത്. അപ്പോൾ അനുമോൾ അത് പോയി ചെയ്യേണ്ട ഒരു കടമയുണ്ട്, അത് ചെയ്യുന്നില്ല. പിന്നെ അതിന് കുറെ തവണ ചോദിക്കുന്നുണ്ട്, എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിന്റെ പുറകെ നടന്നത്, എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിന്റെ പുറകെ നടന്നത്, ഈ പിശാശിന്റെ പുറകെ നടന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോളൊന്നും മിണ്ടുന്നില്ല. അനുമോളുടെ വായ അടഞ്ഞു. നിന്റെ കാല് കഴുകി വെള്ളം കുടിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല എന്ന് ആതിര തറപ്പിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് ഇവരോട് പറയാനുള്ളത് അനുമോളുടെ ഫെയിമിന്റെ കുറച്ച് ഇവരിലേക്കും കൂടി വന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അത് ബിഗ് ബോസിന്റെ ഒരു പാറ്റേൺ ആണ്. ജനപ്രീതി എന്ന് പറയുന്നത് കോംബോ ഫാൻസ് ആയിട്ട് മാറും. അത് എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാൽ കോംബോ ഫാൻസ് ആയിട്ട് കുറെ ആളുകൾ മാറും. ഇപ്പൊ പട്ട ഗേൾസിന് ഫാൻസ് ഉണ്ട്, പട്ട ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് ആർമികളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് പറയുന്നത്. ഫെയിമിന്റെ കുറച്ച് അനുമോളുടെ ഫെയിമും ഇവരിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. അപ്പൊ ആ ഒരു സംഭവത്തെ ഇവർ ചോദ്യം ചെയ്ത് ഇവരുടെ വോട്ടിനെ ഇനിയും ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനകത്തൊരു നെഗറ്റീവ് കളിക്കുന്നത് തീർച്ചയായിട്ടും ആദിലാനുകൂടെയാണെന്ന് വേണം പറയാനായിട്ട്. പക്ഷെ അനുമോളുടെ ഭാഗത്തും തെറ്റില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. അനുമോളുടെ വായ അടഞ്ഞു ശരിക്കും. ഇവർ രണ്ടുപേരും കൂടി അനുമോളുടെ വായ അടപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. ശരിക്കും വായ അടഞ്ഞ രീതിയിൽ തന്നെയാണ് അനുമോൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. അനീഷ് ഇതിനകത്തൊരു ഡെവിൾസ് അഡ്വക്കേറ്റ് കളിക്കുന്നുണ്ട്. അനീഷിന് അതിന്റെ ഒരാവശ്യവും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ഒരാവശ്യവും ഇല്ല. അനീഷ് ആ വഴി ആ കൊടയും പിടിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും റൂട്ട് പിടിച്ച് പോയാൽ മതിയായിരുന്നു. കാരണം ഇത് സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിലും വലിയ അടി ഉണ്ടായിട്ടുണ്ട് ആദിലയും അനുമോളും തമ്മിൽ, എന്നിട്ട് ഒത്തുതീർപ്പായിട്ടുണ്ട്. ഇത് അങ്ങനത്തെ ഒരു അടിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ലപോലെ തന്നെ നീണ്ടു പോകാൻ സാധ്യതയുള്ള ഒരു റൈവലറിയാണ്. അക്ബറും നെവിനും ഒക്കെ ഇതിനകത്ത് എണ്ണ ഒഴിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ രണ്ടുപേര് അവരുടെ പക്ഷത്തേക്ക് വീണ്ടും പോവുകയോ അങ്ങനെയൊക്കെ ഒരുപാട് പൊളിറ്റിക്സ് ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഷാനവാസ് അവിടെ മാറിയിരുന്ന് അത് കിളിപോയിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട്. കാരണം അനുമോള്, ആദില, നൂറ ഇവര് 3 പേരും അത്യാവശ്യം ജനപിന്തുണയുള്ള 3 കണ്ടസ്റ്റൻസ് ആണ്. ആദിലയും നൂറയും ഈ പാടെ അനുമോളുടെ ഒരു ഇൻഫ്ലുവൻസിനെ തള്ളിക്കളയുന്നത് ഒരു മോശം നടപടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അനുമോള് ഒരു ഭാഗമായിരുന്നു ഇവരുടെ സക്സസിന്. എന്നുവെച്ചാൽ ഇവരെ ഇത്രയും ആക്സെപ്റ്റൻസ് ആക്കിയെടുത്തതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ അനുമോളാണ്. ഇവര് വേറെ ഏതൊരാളെയും പോലെ ഉള്ള 2 പേരാണ് എന്നുള്ള ഒരു തോന്നല് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അനുമോളാണ്. ഒരു മോളെ എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടേ ഇല്ല. അനുമോളെ ആണെങ്കിലും മോളെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ആദിലെ ആണെങ്കിലും നൂറെ ആണെങ്കിലും ഒക്കെ ഒരു സോഫയിൽ കിടന്ന് ഒരു ബെഡിലൊക്കെ കിടന്ന് ഭയങ്കരമായ രീതിയിൽ
ഒരു കോംബോ ഗെയിം കളിച്ചാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പൊ അനുമോളുടെ ആണെങ്കിലും ആദിലാനൂറയുടെ ആണെങ്കിലും ഒക്കെ സക്സസിലെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ കോംബോ ഫാൻസ് ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.